12 കിലോമീറ്റർ ദൂരമുണ്ട് എന്തായാലും ACC ആസ്ഥാനത്ത് നിന്നും നിഗംബോധ് ഘാട്ടിലേക്ക്. യമുനയുടെ തീരമാണ്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം തന്നെ നടക്കുക. വിവിധതരമായിട്ടുള്ള മത ചടങ്ങുകൾ, മത പരിപാടികളെല്ലാം തന്നെ നടത്തിക്കൊണ്ട് ചടങ്ങുകളടക്കം നടത്തിയിട്ടുള്ളൊരു സംസ്കാരമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. ഇവിടെ നിന്ന് എന്തായാലും 12 കിലോമീറ്റർ ദൂരമാണ്, ഏകദേശം അരമണിക്കൂർ 3/4 മണിക്കൂറോളം ദൂരം കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും താണ്ടാനുണ്ട് ഈ നിഗംബോധ് ഘാട്ടിലേക്ക്. പോകുന്ന വഴിയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പോലീസിൻ്റെയും CRPFൻ്റെയും വലിയ കോൺവോയ്കളിലൂടെ സൈനികരെല്ലാം തന്നെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും ഈ വാഹന വ്യൂഹം ഇവിടെ നിന്നും പോകുക. എന്തായാലും കുറച്ച് ദൂരമെങ്കിലും ഒരു യാത്രയായി തന്നെ അദ്ദേഹം വിലാപയാത്രയായി തന്നെ കുറച്ച് ദൂരമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള പ്രത്യേക ട്രക്ക് പോകും. അതിനൊപ്പം നേതാക്കളടക്കം അനുഗമിക്കുമെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുന്നുണ്ട്. മുൻ പ്രധാനമന്ത്രിയാണ്, വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും കുറച്ച് ദൂരമെങ്കിലും ഈ 12 കിലോമീറ്റർ താണ്ടുന്നതിന് മുൻപ് കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും ഇറക്കുന്ന ആദ്യത്തെ 1 കിലോമീറ്ററോ അല്ലെങ്കിൽ ഏതാനും മീറ്ററുകളെങ്കിലും എന്തായാലും വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതിനു മുമ്പ് പരമാവധി ആളുകൾക്ക് കോൺഗ്രസ് ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി സാധിക്കും. ഇദ്ദേഹം പോകുന്ന വഴികൾ അത് ഇന്ത്യ ഗേറ്റ് താണ്ടി ഇന്ത്യ ഗേറ്റ് റിംഗ് റോഡ് വഴിയാണ് എന്തായാലും ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, വാഹനങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്, വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആഭ്യന്തര മന്ത്രാലയം, കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ എല്ലാവരും അറിയിക്കുന്നു. എന്തായാലും ഇപ്പോഴും തൊട്ട് മുൻപ് എനിക്ക് പുറകിലൂടെ രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം അടക്കം കടന്നു പോയിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ എന്തായാലും മാത്യു കൂടൽനാടൻ MLA ചേരുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെ നമുക്ക് സ്വസിദ്ധമായ രാഷ്ട്രീയ ശൈലിയിൽ ഒരിക്കലും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ വളരെ പതിഞ്ഞ സൗമ്യനായ ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് പല വിമർശനങ്ങൾക്കും അത് ദൗർബല്യമായി ദീർഘകാലം കണ്ട ഒരു ജനതയോ അല്ലെങ്കിൽ സമൂഹമാണ് ഇന്ത്യയിലേത്. പക്ഷെ അതിൻ്റെ കരുത്ത് എന്താണ് എന്ന് ഇന്ന് രാജ്യവും ലോകവും തിരിച്ചറിയുന്നു. വളരെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഇന്നും ഒരു പാഠപുസ്തകം പോലെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ 91 ബഡ്ജറ്റ് പ്രസംഗം ഒരുപക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പ്രസംഗങ്ങളിലൊന്ന് അതാണ്. ഇന്ത്യ അതിൻ്റെ ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടത്തിലൂടെ നടക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമാകുമെന്ന് ലോകം മുഴുവൻ പ്രവചിച്ചപ്പോൾ ഈ രാജ്യത്തെ കരകയറ്റാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന നേതാവായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാർലമെൻറ്റിൽ അവസാനിക്കുമ്പോൾ ഈവൻ അദ്ദേഹത്തോടൊപ്പം ട്രഷറി ബെഞ്ചിലുണ്ടായിരുന്നവർ പോലും ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കിന്നും ഓർമ്മയുണ്ട്. വിക്ടർ ഹ്യൂഗോയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വെൻ ദ ടൈം ഫോർ ആൻ ഐഡിയ ഹാസ് കം നോ പവർ ഇൻ ദ വേൾഡ് ക്യാൻ സ്റ്റോപ്പ് ദാറ്റ് ഐഡിയ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴിതാ ഇന്ത്യ ഒരു വൻ ശക്തിയാകണമെന്ന ആശയത്തിൻ്റെ സമയം വന്നിരിക്കുകയാണ്, ലോകത്തിൽ ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ലെറ്റ് ദ വേൾഡ് ഹിയർ ഇറ്റ് ലൗഡ് ആൻഡ് ക്ലിയർ, ലോകം ഉച്ചത്തിലും വ്യക്തമായും കേൾക്കട്ടെ, ഇന്ത്യ അതിൻ്റെ വാതായനങ്ങൾ തുറന്നിടുകയാണ് എന്ന് പറഞ്ഞ് പുതിയ എക്കണോമിക് പോളിസിയുടെ ഡീറ്റെയിലിംഗ് നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അതിന് പിന്നാലെ രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയും അറ്റാക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അതിനെ തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ അത് രാജ്യത്തെ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും രാജ്യത്തിൻ്റെ പരമാധികാരം ഇല്ലാതാക്കുമെന്നും ഒക്കെയുള്ള വലിയ പ്രചരണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ എനിക്ക് ഓർമ്മ ഒരു ചരിത്രത്തിൻ്റെ കാവിനീതി പോലെ അതിന് 30 ആണ്ടുകൾ ഏതാണ്ട് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വരികയും ആ നയങ്ങളെ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വീക്ഷണത്തിൻ്റെ പ്രത്യേകത ഒരു വശം മാത്രമേ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതായത് സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഉദാരവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കി. ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അതേസമയം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആരാണോ രാജ്യത്തെ നയിക്കുന്നത് അവർക്ക് മറുവശത്തെ ബാലൻസ് ചെയ്യാൻ കഴിയണമെന്നും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കർഷകരുടെ 72,000 കോടി രൂപയുടെ കാർഷിക കടം എഴുതിത്തള്ളിയത്. ഇന്നും രാജ്യത്തിൻ്റെ ഒരുപക്ഷെ കോവിഡിനൊക്കെ ശേഷം രാജ്യം വലിയ
സാമ്പത്തികമായിട്ടുള്ള എങ്ങോട്ട് നടക്കണമെന്നറിയാതെ ദിശയില്ലാതെ നിൽക്കുമ്പോൾ രാജ്യത്തിൻ്റെ നട്ടെല്ലായി മാറിയ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ വിവരാവകാശ നിയമം സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഒരു വശത്ത് ശാക്തീകരിക്കുകയും മറുവശത്ത് സാമ്പത്തിക വളർച്ചയും നേടുക എന്നുള്ള ഒരു ട്വിൻ പോളിസിയാണ് അദ്ദേഹം അഡോപ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും അദ്ദേഹം പറച്ചിൽ മാത്രമല്ല, നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NRHM എന്ന് തുടങ്ങി എല്ലാ മേഖലയിലും ഗ്രാമീണ മേഖലയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു വശത്തുകൂടിയുള്ള നയങ്ങൾ, മറുവശത്ത് സാമ്പത്തിക വളർച്ച ഇല്ലാതെ ഇതൊന്നും സാധ്യമാകില്ല എന്നൊരു യാഥാർത്ഥ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു രാജ്യത്തിന് എല്ലാ തരത്തിലും വേണ്ട രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളെ നിർണായകമായി രൂപപ്പെടുത്തുന്നതിൽ, ചിട്ടപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക എന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അത്തരത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത്.